റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലെ എണ്ണ ശുദ്ധീകരണ ശാലയ്ക്ക് നേരെ ഈ ആഴ്ചയിൽ 2 തവണയാണ് ഉക്രൈൻ ആക്രമണം നടത്തിയത്. വ്യാഴാഴ്ച നടന്ന ആക്രമണത്തെ തുടർന്ന് നഗരത്തിൽ കറുത്ത പുകയും തീനാളങ്ങളും ഉയർന്നിരുന്നു. ഉക്രൈൻ നടത്തിയ ഈ ആക്രമണങ്ങളെ തുടർന്ന് കനത്ത തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിൽ ലോകത്തെ നടുക്കുന്ന ഒരു ആണവ ആക്രമണം മുന്നറിയിപ്പുമായിട്ടാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങിയില്ലെങ്കിൽ വിനാശകരമായ ഒരു ആണവായുധം ഉണ്ടാകുമെന്നാണ് റഷ്യയുടെ പുതിയ ഭീഷണി. മോസ്കോയിലെ പ്രധാന എണ്ണ ശുദ്ധീകരണ ശാലയ്ക്ക് നേരെയുണ്ടായ ആക്രമണം റഷ്യക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയതിന് പിന്നാലെയാണ് ഈ പ്രസ്താവന. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും റഷ്യ നേരിടുന്നത് വലിയ സുരക്ഷാ ഭീഷണിയാണെന്ന് ലാവ്റോവ് പറയുന്നു. നിലവിലെ സംഘർഷാവസ്ഥ നിയന്ത്രണാതീതമായി ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ടെന്നാണ് റഷ്യയുടെ വിലയിരുത്തൽ. നാറ്റോ സഖ്യവും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ കാര്യങ്ങളെ ഒരു ആണവ ആക്രമണത്തിലേക്ക് നയിക്കുമെന്നും അത് ലോകത്തിന് ഒന്നാകെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. റഷ്യയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലേക്ക് കടന്നു കയറാനാണ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും ലാവ്റോവ് കുറ്റപ്പെടുത്തി. ഉക്രൈനെയും മാൾഡോവയെയും തങ്ങളുടെ ഭാഗമാക്കാനും അർമേനിയയെ സ്വാധീനിക്കാനുമാണ് പാശ്ചാത്യ ശക്തികൾ ശ്രമിക്കുന്നത്. ഫിൻലൻഡിനെയും സ്വീഡനെയും ഉൾപ്പെടുത്തി നാറ്റോ ഇതിനകം തന്നെ കിഴക്കോട്ട് തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു. റഷ്യക്കെതിരായ ഭാവി യൂറോപ്യൻ സൈനിക നീക്കത്തിന്റെ ഒരു കുന്തമുനയായി ഉക്രൈനെ മാറ്റാനാണ് അവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. സുരക്ഷാ കാര്യങ്ങളിൽ റഷ്യ ചർച്ചകൾക്ക് തയ്യാറാണെങ്കിലും അത് വ്ളാഡിമിർ പുടിന്റെ നിബന്ധനകൾക്ക് വിധേയമായി മാത്രമായിരിക്കുമെന്നും ലാവ്റോവ് പറയും. റഷ്യയുടെ പടിഞ്ഞാറൻ അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ചർച്ചകളാണ് വേണ്ടത്. അല്ലാതെ പാശ്ചാത്യ രാജ്യങ്ങളുടെ അന്ത്യശാസനങ്ങൾക്ക് ഒരിക്കലും റഷ്യ വഴങ്ങില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. നഗരത്തെ കറുത്ത പുകയിലുമൊക്കെ ഈ ആക്രമണത്തിന് കടുത്ത പ്രതികാരം ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പ്. ഉക്രൈന്റെ ഭാഗത്തുനിന്നുണ്ടായ ഭീകരാക്രമണത്തിന് മറുപടിയായി അവരുടെ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾക്ക് നേരെ ഇനി മുതൽ വൻതോതിലുള്ള ആക്രമണങ്ങൾ സ്ഥിരമായി നടത്താൻ റഷ്യൻ സൈന്യത്തിന് വ്ളാഡിമിർ പുടിൻ നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യക്ക് കാര്യമായ ഭൂപ്രദേശങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് ആക്രമണം കടുപ്പിക്കാൻ ക്രെംലിൻ തിടുക്കം കാണിക്കുന്നത്. അതിനിടെ റഷ്യയെ അനുകൂലികളായ തീവ്ര ദേശീയവാദികൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നേരെ ആണവായുധം പ്രയോഗിക്കാൻ പുടിനോട് പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തു. റഷ്യയിലെ പ്രമുഖ ചിന്തകനും പ്രൊഫസർ ഡൂംസ്ഡേ എന്ന് അറിയപ്പെടുന്ന ആളുമായ സെർജി കരാഗനോവ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നേരെ ആണവ ആക്രമണം നടത്തണമെന്ന് ശക്തമായി പറഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങൾ അടിച്ചേൽപ്പിച്ച ഈ യുദ്ധം അവസാനിപ്പിക്കാനും ആണവായുധങ്ങളെക്കുറിച്ചുള്ള ഭയം ലോകത്ത് വീണ്ടും സ്ഥാപിക്കാനും ആണവാക്രമണം അനിവാര്യമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. റഷ്യ ഇതിനകം തന്നെ ഒരു ആഗോള യുദ്ധത്തിന്റെ നിഴലിലാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. റഷ്യയിലെ ഒരു വൻകിട വ്യവസായിയായ കോൺസ്റ്റാന്റിൻ മലോഫീവും ജനറൽ ആൻഡ്രി ഗുരിലേവ് എംപിയും ഉക്രൈനെതിരെയും പാശ്ചാത്യർക്കെതിരെയും പരമാവധി ശക്തി ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ പൂർവികർ സംഭരിച്ചു വെച്ച ആണവായുധങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണെന്നാണ് മലോഫീവ് ചോദിക്കുന്നത്. അതേപോലെ ഉക്രൈന്റെ കമാൻഡ് പോസ്റ്റുകളും വ്യവസായങ്ങളും തകർത്ത് ആ നഗരങ്ങളെല്ലാം പിടിച്ചടക്കണം എന്നാണ് ജനറൽ ഗുരിലേവിന്റെ ആവശ്യം. ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് മോസ്കോയിലെ എണ്ണ ശുദ്ധീകരണ ശാലയ്ക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. മോസ്കോയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണത്. എണ്ണ ഡിപ്പോയിൽ ഡ്രോൺ പതിക്കുന്നതും കൂറ്റൻ തീഗോളങ്ങൾ ഉയരുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് നഗരത്തിൽ കറുത്ത മഴ പെയ്തതായി ചില നാട്ടുകാർ പരാതിപ്പെട്ടെങ്കിലും അധികൃതർ അത് നിഷേധിക്കുകയായിരുന്നു.